തുടക്കത്തിൽ കത്തിച്ചാമ്പലാകുന്ന വീടും അതിനു മുന്നിലിരുന്ന് മാസമായിട്ട് ചെറുതി വലിക്കുന്ന നമ്മുടെ ഗ്രേസിനെയാണ് കാണിക്കുന്നത്. എന്നുവെച്ചാ ആദ്യത്തെ ഭാഗം എവിടാണോ തീർന്നത് അതേ സീനും കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത്. പോലീസും റെസ്ക്യൂ ടീമും എല്ലാം അവിടേക്ക് വന്നിരുന്നില്ലേ? അതില് ഒരു പോലീസുകാരൻ ഗ്രേസിന്റെ അടുത്തേക്ക് വരുന്നു. മാഡം, നിങ്ങൾ ഓക്കെ അല്ലേ? ബാക്കിയുള്ളവർക്ക് എന്തേ? ആ പോലീസുകാരൻ അവളോട് പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഗ്രേസ് അതിനൊന്നും മറുപടി പറയാതെ അങ്ങനെ തന്നെ ഇരുന്നത്. ലാസ്റ്റ് അവളെ എന്തോ പറയാനായിട്ട് ശ്രമിച്ചതും ഓൺ ദ സ്പോട്ടിൽ തന്നെ ബോധം കെട്ട് അവിടെ വീഴുന്നു. പിന്നെ പോലീസായി, ആംബുലൻസായി, ഹോസ്പിറ്റലായി ആകെ ബഹളം. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കാർഡിയാക് അറസ്റ്റ്. അല്ലെങ്കിൽ തന്നെ അമ്മാതിരി വട്ടുകുടുംബത്തിൽ ചെന്ന് കയറിയാൽ ആർക്കായാലും ഹാർട്ട് അറ്റാക്ക് വന്നു പോകും. അങ്ങനെ പിന്നീട് ഗ്രേസ് കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റൽ ബെഡിലാണ്. അവള് നോക്കുമ്പോൾ കയ്യിലൊക്കെ വെലം കിട്ടേക്കുന്നു. ഹലോ മിസ് ഗ്രേസ്, ഞാൻ ഡിറ്റക്റ്റീവ് റോഗർ. നിങ്ങളിപ്പോ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ആ വീട്ടിൽ നടന്ന കൊലപാതകങ്ങളിൽ പോലീസിന് നിങ്ങൾ സംശയമുണ്ട്. മാത്രമല്ല, നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം മുഴുവനും ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു. പക്ഷേ അതൊന്നും നിങ്ങളുടെ രക്തമല്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഗ്രേസ് എന്ത് മറുപടി പറയാനാ? അവിടെ നടന്ന ഒളിച്ചുകളെയും പൊട്ടിത്തെറിയും എല്ലാം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മനസ്സിലാവോ? അയാൾക്ക് എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ ആകെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രേസിനെ കാണാനായിട്ട് ഒരു പെൺകുട്ടി വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ഗ്രേസിന്റെ സ്വന്തം അനിയത്തിയാണ്. അവളുടെ പേര് ഫെയ്ത്ത്. സ്വപ്നത്തിൽ പോലും ഗ്രേസ് അവളെ ഇവിടെ പ്രതീക്ഷിച്ചതേയില്ല. കാരണം 7 വർഷമായി ഇവർ തമ്മിൽ പിരിഞ്ഞിട്ട് അവര് ചേച്ചിക്കും അനിയത്തിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണില്ലേ? അതുകൊണ്ട് പുറത്തു നിൽക്കാമെന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ വെളിയിലേക്ക് പോകുന്നു. നീ എന്താ ഇവിടെ? നിന്റെ ഫോണിലെ എമർജൻസി കോൺടാക്റ്റിലെ എന്റെ നമ്പർ ആയിരുന്നു കൊടുത്തിരുന്നത്. സോറി, ഞാനത് മാറ്റാൻ മറന്നുപോയതാ. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ എവിടുന്നാ വരുന്നത്? ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ഞാൻ ന്യൂയോർക്കിൽ തന്നെ ഉണ്ടായിരുന്നു, നിന്റെ സിറ്റിക്ക് തൊട്ടടുത്ത്. എത്ര നാളായി നീ ഇവിടെ വന്നിട്ട്? പിന്നെ എന്താ എന്നെ കാണാൻ വരാഞ്ഞത്? എനിക്ക് 18 വയസ്സായപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ നിനക്ക് എന്റെ ചേച്ചിയായിട്ടിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അറിയിക്കാനും തോന്നിയില്ല. അതൊക്കെ പോട്ടെ, നിനക്കെന്താ പറ്റിയത്? ഞാനത് പറഞ്ഞാല് നീ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് നീ പറഞ്ഞത് ശരിയാ, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫെയ്ത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും അവള് വിശ്വസിക്കില്ലെന്ന് ഗ്രേസിന് ഉറപ്പാണ്. എങ്കിലും അലക്സിന്റെ കല്യാണം കഴിച്ചത് മുതൽ ഇതുവരെയുള്ള സകല കാര്യങ്ങളും അവള് വള്ളി പുള്ളി തെറ്റാതെ പറയുന്നു. അലക്സിന്റെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്നതും ഫസ്റ്റ് നൈറ്റില് ഒരു കാർഡ് എടുത്തിട്ട് ഒളിച്ചു കളിക്കാൻ പറഞ്ഞതും തോക്കും കുന്തവും ഒക്കെ ആയിട്ട് വീട്ടുകാര് കൊല്ലാൻ വന്നതും അവളെ സാത്താന് ബലി കൊടുക്കാൻ നോക്കിയതും അവസാനം ഗെയിം ജയിച്ച് ബാക്കിയുള്ള സകല എണ്ണം പൊട്ടിത്തെറിച്ചതും അടക്കം എല്ലാം അവള് പറയുന്നു. ഇതെല്ലാം കേട്ട് ആകെ കിളി പറന്ന് നിൽക്കുകയാണ് ഫെയ്ത്ത്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഓക്കേ, അപ്പോ അവരെല്ലാരും മരിച്ചോ? അല്ല, പൊട്ടിത്തെറിച്ചു. ആ സമയത്ത് അവിടെ കസാരയിൽ ഒരാളിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതാരാ കസാരയിലിരുന്നത്? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാള് മനുഷ്യനല്ലെന്ന് ഉറപ്പാ. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരപ്പൂപ്പനെയാണ്. കോടീശ്വരനായ ഒരു അപ്പൂപ്പൻ. ആളുടെ പേര് ചെസ്റ്റർ. അയാൾ എന്തുമാത്രം കോടീശ്വരനാണെന്ന് വെച്ചാ ഇപ്പൊ മുന്നിലിരിക്കുന്ന ടിവിയിലെ ലൈവായിട്ടാണ് അയാൾ യുദ്ധം കാണുന്നത്. പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെ വിളിച്ചിട്ട് യുദ്ധം നിർത്താനായിട്ട് പറഞ്ഞതും ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ യുദ്ധം അവിടെ നിൽക്കുന്നു. അത്രയും പവർഫുൾ ആയ ഒരു പേഴ്സൺ. അപ്പോഴാണ് അയാളുടെ അടുത്തേക്ക് അയാളുടെ കുടുംബ വക്കീല് വരുന്നത്. ലാഡുമാസ് ഫാമിലിയിലെ എല്ലാവരും മരിച്ചു, കല്യാണ പെണ്ണ് രക്ഷപ്പെട്ടു. ആ കുടുംബത്തിലെ ഇപ്പൊ ആരും ജീവനോടില്ല. ആ വാർത്ത കേട്ടതും അയാളെന്ന് ഷോക്കായിരുന്നു. വേഗം എന്റെ കുട്ടികളെ വിവരം അറിയിക്ക്, അതിന്റെ കൂടെ മറ്റുള്ളവരോട് ഈ വിവരം പറയണം. അങ്ങനെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന അയാളുടെ കുടുംബത്തിലുണ്ടായിരുന്ന സകല ആൾക്കാർക്ക് ഈ ന്യൂസ് ചെല്ലുന്നു. അതില് ആദ്യം തന്നെ വാർത്ത എത്തുന്നത് ഒരു ചൈനക്കാരിക്കാണ്. മാഷ എന്നാണ് പുള്ളിക്കാരുടെ പേര്. രണ്ടാമതായിട്ട് സ്പെയിനിൽ താമസിക്കുന്ന ഇഗ്നാഗി എന്നൊരാൾക്ക്. പിന്നീട് ഈ ന്യൂസ് ചെല്ലുന്നത് ഇത്തിരി അരപ്പേര് ലൂസായ ഇങ്ങേർക്ക്. ആളുടെ പേര് ബില്ല്. ഗ്രേസിനെ കൈ കിട്ടിയ അയാൾ ഇപ്പൊ തന്നെ അരച്ച് കലക്കി കുടിക്കും. അവസാനമായിട്ട് ഇന്ത്യയിലുള്ള 2 പേരിലേക്കും ഈ ന്യൂസ് എത്തുന്നുണ്ട്. അതില് ആ തൊപ്പി വെച്ചവന്റെ പേര് രാജ്, മറ്റേ മീശക്കാരൻ വിരാജ്. സഹോദരങ്ങളാണ്. അലക്സിന്റെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചു നിറഞ്ഞതും അവർക്ക് സങ്കടമായിരുന്നില്ല ഉണ്ടായത്, ഒടുക്കത്തെ സന്തോഷം. കാരണം ഇത്രയും നാളും ടോപ്പ് പൊസിഷനിലിരുന്ന ഫാമിലി അതായിരുന്നു. ഇപ്പോ ആ കുടുംബം മൊത്തം തീർന്നില്ലേ? അത് കാരണം ഇനി ആ പൊസിഷനിലേക്ക് തങ്ങളുടെ ഫാമിലി വരണം എന്നുള്ള മത്സരമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ വിവരം അറിഞ്ഞതും ചെസ്റ്റർ അപ്പൂപ്പന്റെ അടുത്തേക്ക് അയാളുടെ 2 മക്കള് വരുന്നു. അതില് മകളുടെ പേര് ഉർസൂല, മകന്റെ പേര് ടൈറ്റസ്. നമ്മുടെ കുടുംബം ഒരു ഗെയിമിൽ തോറ്റു, കല്യാണ പെണ്ണ് രക്ഷപ്പെടുകയും ചെയ്തു. ഇനി വീണ്ടും ഗെയിം 1 മുതൽ തുടങ്ങണം. അയാള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അലക്സിന്റെ കുടുംബം ഗെയിമിൽ തോറ്റല്ലോ, അയാളുടെ കുടുംബം തോറ്റ ഇവിടെ കുടുംബങ്ങളെല്ലാം തോറ്റതുപോലാണ്. അയാളുടെ കയ്യിലായിട്ട് ഒരു മോതിരം കിടപ്പുണ്ട്. ലേ ബെയിലിന്റെ മോതിരമായിരുന്നു അത്. ഇതാണ് ആ കുടുംബത്തിന് മുഴുവൻ ശക്തി നൽകുന്നതും. മാത്രമല്ല ഈ മോതിര കയ്യിലുള്ള ആളാണ് അടുത്ത അധികാരി. പക്ഷെ ഇപ്പൊ ഇവർ ഗെയിമിൽ തോറ്റില്ലേ? അപ്പോ വീണ്ടും 1 മുതൽ ഗെയിം കളിച്ചിട്ട് ആരാണോ വിൻ ചെയ്യുന്നത് അയാളായിരിക്കും പിന്നെ ഈ മോതിരത്തിന്റെ അവകാശി. ആ മോതിരം കിട്ടിക്കഴിഞ്ഞാൽ അയാളായിരിക്കും ഏറ്റവും പവർഫുൾ. ഇപ്പോ നിലവിൽ ഇയാളുടെ കയ്യിലാണല്ലോ മോതിരം, പക്ഷേ ഗെയിമിൽ തോറ്റില്ലേ? അതുകൊണ്ട് ആരുടെ കൈവശമാണ് മോതിരമുള്ളത്? തോറ്റു കഴിഞ്ഞാൽ അയാൾ മരിക്കണമെന്നാണ് നിയമം. ശേഷം വീണ്ടും ആ മോതിരത്തിനും അവകാശത്തിനുമായിട്ട് മത്സരം വെക്കണം. അതൊന്നും പറ്റത്തില്ല, ഇത് നമ്മുടെ മോതിരമല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, റൂൾ അങ്ങനെയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ? ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. ആദ്യം ഒരു ആണിനെ പോലെ നടക്കടാ, എന്നിട്ട് മര്യാദ
മര്യാദയ്ക്ക് ഗെയിം ജയിച്ചിട്ട് ഈ മോതിരം സ്വന്തമാക്കാൻ നോക്ക്. എന്ത് വന്നാലും ഒരിക്കലും ഈ മോതിരം നമ്മുടെ കുടുംബം വിട്ടു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായച്ചാ, ഈ മോതിരം ഞങ്ങൾ നേടിയെടുത്തിരിക്കും. എങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. അതും പറഞ്ഞ് അയാളെ തലങ്ങനെ എടുത്ത് മക്കളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അയാളെ കൊല്ലാൻ വേണ്ടി. അതാണല്ലോ റൂള്. അത് കാരണം ആ തലങ്ങണ വെച്ച് അവര് സ്വന്തം അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. പക്ഷേ വലിയ സങ്കടമൊന്നും ഇല്ല കേട്ടോ. രണ്ടുപേർക്കും ആവേശമാണ്. അച്ഛൻ തട്ടിപ്പോയാല് ഈ കുടുംബത്തിന് അടുത്ത അവകാശികൾ തങ്ങളാണല്ലോ. അങ്ങനെ അവസാനമായതും ശ്വാസം കിട്ടാതെ പെടഞ്ഞയാള് മരിക്കുന്നു. ഇതേ സമയം ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഗ്രേസിനെ അറസ്റ്റ് ചെയ്യുന്നിട്ട് പോവുകയാണ് പോലീസുകാരൻ. അങ്ങനെ വരുന്ന വഴിക്കാണ് പെട്ടെന്ന് അയാളുടെ പെടല് കിട്ടാരോ കത്തി എറിയുന്നത്. അത് നേരത്തെ കാണിച്ച ആ ബില്ലായിരുന്നു. വിവരം അറിഞ്ഞത് മുതലേ ഗ്രേസിനെ കൊല്ലാൻ വേണ്ടി തുള്ളി നിൽക്കുകയായിരുന്നല്ലോ പുള്ളിക്കാരൻ. ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചത് പോന്നു. അങ്ങേരെ കണ്ടത് അത് തനിക്കുള്ള പണിയാണെന്ന് മനസ്സിലായതും ഗ്രേസ് ഫെയ്ത്തിനെ പിടിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുന്നു. ഓടിച്ചെന്ന് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ അടിയിലായിട്ട് ഒളിച്ചിരിക്കുന്നു. ഇത് അയാൾക്ക് മനസ്സിലായി. അയാൾ ഒറ്റ ചാട്ടത്തിന് അവിടേക്ക് വന്നെങ്കിലും അവിടെ അവരുണ്ടായിരുന്നില്ല. രണ്ടുപേരും മറ്റൊരു വഴിയെ ചാടി ഓടിയിരുന്നു. നേരത്തെ കത്തിയെറിഞ്ഞൊരു പോലീസുകാരനെ കൊന്നില്ലേ? ബില്ല് കാണാതെ ഗ്രേസും ഫെയ്ത്തും കൂടി അയാളുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങേരുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന തോക്കെടുത്തിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ദേ മുന്നിൽ വന്ന് നിൽക്കുന്നു അങ്ങേര്. ഗ്രേസ് പെട്ടെന്ന് അയാളെ വെടിവെക്കാൻ നോക്കിയെങ്കിലും അങ്ങേര് ഒറ്റ തള്ളിനോടെ താഴെയിട്ട് കളഞ്ഞു. ശേഷം ഒരു കത്തിയെടുത്ത് അങ്ങേര് ഗ്രേസിനെ കുത്താനായിട്ട് ഓങ്ങിയതേ ആ സെക്കൻഡിൽ തന്നെ അയാള് പൊട്ടിത്തെറിച്ച് ചിന്നി ചിതറിപ്പോയി. ഒരു വെടിക്കെട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോഴാണ് അടുത്തത്. പക്ഷേ നമ്മുടെ ഫെയ്ത്തിന്റെ അവസ്ഥയായിരുന്നു പരിതാപകരം. അവൾ ആദ്യമായിട്ടല്ലേ ഈ പൊട്ടിത്തെറി കാണുന്നത്. സാരമില്ല, ഇനി ശീലമായിക്കൊള്ളും. ഗ്രേസ് വേഗം ചെന്ന് ആ പോലീസുകാരന്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്തുകൊണ്ട് വേഗം കയ്യിലെ വില കഴിക്കുന്നു. ഈ ഹോസ്പിറ്റൽ ഗൗണ്ടോട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന അവളുടെ പഴയ വെഡിംഗ് ഡ്രസ് തന്നെ അവൾ എടുത്തിരുന്നു. ശേഷം തോക്കം പിടിച്ച് അല്പം മാസമായിട്ട് ഫെയ്ത്തിനെയും കൂട്ടി പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് എന്തോ ഗ്യാസ് വന്ന് വീഴുന്നത്. അതിലുണ്ടായിരുന്ന പുക ശ്വസിച്ചതേ രണ്ടുപേരുടെയും ബോധം അപ്പ തന്നെ പോയി. അത് നമ്മുടെ വക്കീലായിരുന്നു കേട്ടോ. ഗെയിം തുടങ്ങുന്നതിന് മുന്നേ എന്തിനാ ഇത്ര ധൃതി കാണിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ നിനക്ക് മരിക്കേണ്ടി വന്നത്. വക്കീല് പറഞ്ഞത് ബില്ലിന്റെ കാര്യമായിരുന്നു കേട്ടോ. ഗെയിം തുടങ്ങുന്നതിന് മുന്നേ റൂള് തെറ്റിച്ച് ഗ്രേസിനെ കൊല്ലാൻ പോയതുകൊണ്ടാണ് ആള് മരിച്ചത്. അങ്ങനെ വക്കീല് നടന്ന് ഗ്രേസിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവളുടെ തൊട്ടടുത്തായിട്ട് ബോണസ് പോലെ മയങ്ങി കിടക്കുന്ന നമ്മുടെ ഫെയ്ത്തിനെ അവർ കാണുന്നത്. എന്തായാലും വന്നതല്ലേ, എങ്കിൽ പിന്നെ നമ്മുടെ ഗ്രേസിന് ഒരു കൂട്ടായിരിക്കട്ടെ എന്ന് കരുതി അവളെ അടക്കം തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഇപ്പോ സകല ആൾക്കാരും ഗെയിമിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം വരുന്നത് ആ ഫ്രിഡ്ജുകാരനാണ്, ഇഗ്നാക്കിയോ. അയാൾക്കൊരു മകനും കൂടിയുണ്ട്. ആ ചെറുക്കന്റെ പേര് ഫിലിപ്പെ. രണ്ടാമതായിട്ട് മാഷയാണ് വരുന്നത്. കൂടെ അവളുടെ മകനുണ്ട്. പക്ഷേ ചെക്കൻ 24 മണിക്കൂർ വീഡിയോ ഗെയിമാണ്. ചുറ്റിനും നടക്കുന്ന ഒരു കാര്യങ്ങളും അവൻ അറിയണ്ട. അവസാനമായിട്ടാണ് ഇന്ത്യക്കാർ വരുന്നത്, രാജും വിരാജും. കൂടെ രാജിന്റെ വൈഫും കൂടിയുണ്ട്. അവളുടെ പേര് മാർട്ടിൻ. സകല എണ്ണോ ലാൻഡായതിന്റെ പുറകെ തന്നെ വക്കീല് ഹെലികോപ്റ്ററിലായിട്ട് നമ്മുടെ ഗ്രേസിനെ ഫെയ്ത്തിനെ കൊണ്ടുവന്ന് നടക്കുന്നു. കണ്ണു തുറന്നതേ അവരുടെ മുന്നിലായിട്ട് ആ കുടുംബത്തിലെ വലുതും ചെറുതും പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിരന്ന് നിൽപ്പുണ്ട്. പുതിയ കുടുംബത്തെ കണ്ട നമ്മുടെ ഗ്രേസിന്റെ അവസ്ഥ ഊഹിക്കാലോ. ഇതിലും ഭേദം അങ്ങ് ചത്താ മതിയെന്ന് തോന്നിപ്പോയി അവൾക്ക്. പക്ഷേ നമ്മുടെ ഫെയ്ത്തിനാണെങ്കിൽ ഒരു ചുക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്റെ ചേച്ചിയെ ഒന്ന് കാണാൻ വന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും കയ്യിലൊരു വലിയ ബുക്ക് പിടിച്ചുകൊണ്ട് വക്കീലകത്തേക്ക് വരുന്നു. ഈ കുടുംബത്തിലെ ഏക വക്കീലാണ് ഞാൻ. മൊത്തം 6 കുടുംബങ്ങൾ ചേർന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. പക്ഷെ അതിലൊരു കുടുംബത്തെ മുഴുവനും നീ ഗെയിമിൽ തോൽപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുടുംബത്തെ നഷ്ടമായി. അതിന്റെ കൂടെ ഞങ്ങളുടെ സംഘടനയിലെ ഏറ്റവും പവർഫുൾ ആയ സീറ്റാണ് ഒഴിഞ്ഞു കിടക്കുന്നത്, ഹൈ സീറ്റ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതും. അതുകൊണ്ട് ഇപ്പോ ആ അധികാരം നേടിയെടുക്കാൻ വേണ്ടി വീണ്ടും ഒരു ഗെയിം നടക്കാൻ പോവുകയാണ്. ആരാണോ ഗെയിമിൽ ജയിക്കുന്നത് അവർക്ക് പവർ സ്വന്തമാക്കാം. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ടുപേരുടെയും വാ കെട്ടി വെച്ചിരിക്കുന്നത് കാരണം അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അയാളെന്ന് ചോദിച്ചത് ഗ്രേസ് ഉണ്ടെന്നത് പോലെ തലയാട്ടി. അപ്പൊ തന്നെ അവളുടെ വായിലെ കെട്ടഴിച്ചു കൊടുക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു കസാരയും വേണ്ട, ഞങ്ങളിന്ന് വെറുതെ വിട്ടാ മതി. അത് ആ ഹൈ സീറ്റിന്റെ പവർ നിനക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് പറയുന്നത്. ആ പവർ ആരുടെ കയ്യിൽ കിട്ടുന്നോ അവരെ എല്ലാം നേടിയെന്നാണ് അർത്ഥം. എല്ലാം എന്ന് വെച്ചാ എന്ത് നേടിയെന്ന്? ഈ ലോകം മുഴുവനും. അപ്പോ ഞാൻ ഈ ഗെയിം കളിക്കാൻ എന്താ വേണ്ടത്? ഇനിയും വല്ല കാർഡും എടുക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നീ ആ ഗെയിം ജയിച്ചതാണല്ലോ. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒളിച്ചു കളിച്ചാൽ മതി. അതും കൂടി കേട്ടത് ഗ്രേസിന് ഭൂമി വളർന്നങ്ങ് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. ഞാൻ ഈ ഗെയിം കളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഗെയിം കളിച്ചേ പറ്റൂ. ഞാൻ ഈ ഗെയിം കളിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അവള് ദേഷ്യപ്പെട്ട് സംസാരിച്ചതും അവര് വേഗം ചെന്ന് നമ്മുടെ ഫെയ്ത്തിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുന്നു. സോ ഗെയിം കളിച്ചില്ലെങ്കിൽ അവര് ഫെയ്ത്തിനെ കൊല്ലും. അവസാനം വേറെ വഴിയില്ലാതെ ഗ്രേസ് ഗെയിം കളിക്കാമെന്ന് തന്നെ സമ്മതിക്കുന്നു. എന്റെ പൊന്നു ചേട്ടന്മാരെ, 7 കൊല്ലമായിട്ട് ഇവള് ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എത്ര കടൽ തൊണ്ട കയറിയിട്ടും ഒരു പ്രയോജനമില്ല. ആരും കേൾക്കാൻ പോകുന്നില്ലേ? കൃത്യം 2:30 തന്നെ ഗെയിം ആരംഭിക്കുന്നതാണ്. വക്കീലത് പറഞ്ഞതും പെട്ടെന്ന് കഥ തുറന്നുകൊണ്ട് മറ്റൊരു പെണ്ണകത്തേക്ക് വരുന്നു. ആ ഫ്രഞ്ചുകാരൻ ഇഗ്നാക്കിയോ ഇല്ലേ, അയാളുടെ മകളായിരുന്നു അത്. നീയാണല്ലേ അലക്സിന്റെ എക്സ് ഫിയാൻസി. നീ അവരെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതല്ലേടി. എന്റെ ജീവിതം പോലും നശിപ്പിച്ചത് നീയാ. എന്റെ പൊന്നു കൊച്ചെ, നീ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഗ്രേസ് അത് പറഞ്ഞതേ ആ പെണ്ണ് വീണ്ടും മുടക്കിന് പോയതും എല്ലാരും കൂടി അവളെ പിടിച്ചു വെക്കുന്നു.
കൊടുക്കുന്നു. ശേഷം ഫെയ്ത്തിന്റെ ഗ്രേസിന്റെ കഴുത്തിലായിട്ട് എന്തോ ഒരു മരുന്ന് കുത്തിവെച്ച് അവരെ മയക്കി. ശേഷം വക്കീല് ബാക്കിയുള്ള കുടുംബക്കാർക്ക് ഈ ഗെയിമിൽ പാലിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. കുടുംബാംഗങ്ങള് പരസ്പരം ആരെ കൊല്ലാൻ പാടില്ല. നിങ്ങളുടെ ടാർഗറ്റ് ഗ്രേസും ഫെയ്ത്ത് മാത്രമാണ്. ഇനിയിപ്പോ നിങ്ങൾ അബദ്ധത്തിൽ പരസ്പരം കൊന്നാലും അതും റൂൾസിനെതിരാണ്. റൂൾസ് തെറ്റിച്ച ആളെ മാത്രമല്ല, അയാളുടെ മുഴുവൻ ഫാമിലി ശിക്ഷിക്കപ്പെടും. അങ്ങനെ എല്ലാവരും ഗെയിമിൽ ചേരാനായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. സ്വന്തം കൈമുറിച്ച് അതിലെ ചോര കൊണ്ടാണ് എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത്. ഒരു ഫാമിലിയിൽ തന്നെ കുറെ ആൾക്കാരില്ലേ, അതില് ആദ്യം ഗെയിമിൽ പങ്കെടുക്കേണ്ടവർ ഏറ്റവും മൂത്തവരാണ്. അവര് മരണപ്പെടുവാണെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. മരിച്ചുപോയ ചെസ്റ്ററപ്പന്റെ മക്കളില്ലേ, അവർ രണ്ടുപേരും ഒരുമിച്ചാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇരട്ടകളാണ്. അങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞതും ആയുധങ്ങളുമായിട്ട് എല്ലാവരും ഗെയിമിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഗെയിം തുടങ്ങാനുള്ള സൈറൻ അങ്ങോട്ട് മുഴങ്ങിയതും എല്ലാവരും ഓടിച്ചെന്ന് മുന്നിലുണ്ടായിരുന്ന വണ്ടികളിൽ കയറുന്നു. പക്ഷേ നമ്മുടെ പരട്ടകളുടെ വണ്ടിക്ക് മാത്രമേ കീ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളുടെയും കീ അവരങ്ങ് മുക്കി. കാരണം ഗ്രേസിനെ ആരാദ്യം കൊല്ലുന്നു അവർക്കല്ലേ പവർ കിട്ടുന്നത്. അങ്ങനെ ഇപ്പൊ പവർ അവന്മാര് കൊണ്ടുപോണ്ട. ഇതേ സമയം ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള വലിയൊരു മൈതാനത്തിന്റെ നടുക്ക് കിടക്കുകയാണ് നമ്മുടെ ഗ്രേസും ഫെയ്ത്തും. ബോധം വന്ന ഗ്രേസ് വേഗം ഫെയ്ത്തിനെ വിളിച്ചുണർത്തുന്നു. മാത്രമല്ല രണ്ടുപേരുടെയും കൈ വിലങ്ങ് വെച്ച് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അവരെന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്. എന്നെ വേഗം പിടികൂടാൻ. ഇപ്പോ ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ചാവും. അത് പറഞ്ഞ് ഫെയ്ത്തിനെ കൊണ്ട് അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു ട്രോൺ പറന്നു വരുന്നത്. ആ ചൈനീസ് ലേഡി ഇല്ലേ മാഷ, അവരുടെ ട്രോൺ ആയിരുന്നു അത്. നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെന്നങ്ങോട്ട് പറയാൻ പോയതേ ആ ട്രോൺ തകർന്ന തടിപ്പടമായിട്ട് താഴേക്ക് വീഴുന്നു. ഉർസുലയുടെ പണിയായിരുന്നു അത്. വെടിവെച്ചിട്ടതാണ്. മാത്രമല്ല ഗ്രേസിനെ ഫെയ്ത്തിനെ അവർ കാണുകയും ചെയ്തു. അവര് വരുന്നത് കണ്ടത് രണ്ടുപേരും ജീവനും കൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു കാടിനുള്ളിലേക്ക് കയറി ഓടുന്നു. പക്ഷേ ഓടി ഓടി മുന്നോട്ടേക്ക് ചെന്നത് മുന്നിൽ വലിയൊരു മതിലായിരുന്നു. എന്തായാലും ഈ മതിൽ ചാടാൻ പറ്റില്ല. അതിന്റെ കൂടെ രണ്ടുപേരുടെ കൈ കെട്ടിയേക്കുമല്ലേ. അതുകൊണ്ട് രണ്ടുപേരും വീണ്ടും അവിടുന്ന് വേറെ വഴി ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി മുന്നോട്ടേക്ക് ചെന്നതും കുറച്ചു മാറി ഇവരെ തെരഞ്ഞു നടക്കുന്ന ഉർസലെ അവർ കാണുന്നു. അവരെ കണ്ടതേ അവിടെ കിടന്ന ഒരു മരത്തടിയുടെ പിന്നിലായിട്ട് ഒളിക്കുന്നു രണ്ടുപേരും. എന്നാൽ പെട്ടെന്നാണ് പിറകിൽ കൂടി വന്ന ടൈറ്റസ് കോടാലി കൊണ്ട് അവർ ആഞ്ഞൊരു വെട്ട്. പക്ഷേ വെട്ട് കൊണ്ടില്ല കേട്ടോ, മരത്തടിയിലാണ് കൊണ്ടത്. ഗ്രേസും ഫെയ്ത്തും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും അയാൾ രണ്ടുപേരെയും തറയിലേക്ക് തള്ളിയിട്ട് കൊണ്ട് ഗ്രേസിന്റെ കഴുത്തിന് പിടിച്ചവളെ ഞെക്കി കൊല്ലാൻ നോക്കുവാണ്. എന്നാൽ ഫെയ്ത്ത് പെട്ടെന്ന് അയാളെ തള്ളി മാറ്റിയിട്ട് കൊണ്ട് ഗ്രേസുമായിട്ട് അവിടെ തന്നിട്ട് ഓടുന്നു. അപ്പോഴാണ് ഉർസോല അങ്ങോട്ടേക്ക് വരുന്നത്. ഈ പണിയെങ്കിലും നിനക്കൊന്ന് നേരെ ചെവി ചെയ്തൂടെ? അതും പറഞ്ഞവള് അയാളുടെ മോന്തക്കിട്ടൊരു ഒറ്റയടി. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ടൈറ്റസിന് നല്ല ദേഷ്യം വന്നെങ്കിലും അവൻ കടിച്ചമർത്തി നിൽക്കുന്നു. അതേസമയം നമ്മുടെ ഗ്രേസും ഫെയ്ത്തും കൂടെ ഓടി ഓടി വലിയൊരു ബിൽഡിംഗിന്റെ അടുത്തേക്കാണ് വരുന്നത്. നമുക്ക് അതിനുള്ളിലേക്ക് ഓടിപ്പോയാലോ? വേണ്ട, അവർക്കത് നമ്മളെ കണ്ടുപിടിക്കാൻ ഈസിയാവും. നമുക്ക് ആദ്യം ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനുള്ള വഴി നോക്കാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് ആരെ അവർ സ്നൈപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫ്രഞ്ചുകാരനല്ലേ ഇനാക്കിയോ, അയാളായിരുന്നു അത്. അവരെ ടാർഗറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് ബുള്ളറ്റിന്റെ സോക്കറ്റ് താഴേക്ക് വീഴുന്നത്. അങ്ങേരത് ഇടാൻ ശ്രമിച്ചത് അറിയാതൊരു വെടി അങ്ങ് പൊട്ടി. ഗ്രേസിന്റെ ഫെയ്ത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇതൊന്ന് കൊള്ളുന്നതും. അപ്പോൾ തന്നെ രണ്ടുപേര് ജീവനം കൊണ്ട് ഓടുന്നു. പിറകെ തന്നെ അങ്ങേര് ചാറ പറന്ന് വെടിവെക്കുന്നുണ്ട്. ഒരു വിധത്തിൽ വെടികൊള്ളാതെ അടുത്തുണ്ടായിരുന്ന ഒരു ഷെഡിലേക്ക് ഓടി കയറി അവിടെയുള്ള ഒരു ബോക്സിന്റെ പിറകിൽ കുളിച്ചിരിക്കുന്നു അവര്. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് വീടിനകത്തുള്ളവർ കാണുന്നുണ്ട്. ഗ്രേസും ഫെയ്ത്ത് ഒളിച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലായതും അവര് തങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് അത് മെസ്സേജ് അയക്കാൻ നോക്കുന്നു. പക്ഷേ നമ്മുടെ വക്കീലതിന് സമ്മതിച്ചില്ല കേട്ടോ. കള്ളക്കളിയൊന്നും പറ്റത്തില്ല. ഇവിടെ ആ ഫ്രഞ്ചുകാരനാണെങ്കിൽ ചറ പറന്ന് വെടിയാണ്. സ്നൈപ്പർ ആയത് കാരണം അവർക്കൂടി രക്ഷപ്പെടാനും പറ്റില്ല. അപ്പോഴാണ് അവിടെ കുറെ കരിയലുകൾ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നത് അവർ കാണുന്നത്. അതെല്ലാം കൂടി വാരി എന്തിലേക്കോ ഇട്ടതും അവിടെ മുഴുവൻ പെട്ടെന്ന് പുകയാൻ തുടങ്ങി. പുകയ്ക്കുള്ളിലാണെങ്കിൽ അവരെ നല്ലോണം കാണാൻ പറ്റില്ലല്ലോ. എങ്കിലും അയാളെ എങ്ങോട്ടേക്കോ ലക്ഷ്യപ്പിച്ച് വെടിവെക്കുന്നുണ്ട്. ഗ്രേസും ഫെയ്ത്തും കൂടി പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് ഇന്ത്യക്കാരനായ വിരാജ് ഒരു വാളുമായിട്ട് അവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടതും. എന്നാൽ ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ആണെങ്കിൽ അന്തവും കുന്തവും ഇല്ലാതെ വെടിവെക്കുമല്ലേ. അതിലെ ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളുന്നതാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് കുറ്റിയിലും. അപ്പൊ തന്നെ അത് പൊട്ടിത്തെറിച്ചതും ലങ്ങേരം അവിടെ തെറിച്ചു പോകുന്നു. ഇവിടെയാണെങ്കിൽ ഗ്രേസിന്റെ കയ്യിലേക്കും കുറെ ചീളുകൾ കുത്തി കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നിൽക്കാൻ സമയമില്ലല്ലോ. ആ വേദനയെ സഹിച്ചുകൊണ്ട് അവര് വീണ്ടും അവിടെ ഓടുന്നു. പക്ഷേ നമ്മുടെ വിരാജ് ചത്തിലായിരുന്നു കേട്ടോ. അങ്ങേര് പയർ പോലെ വീണ്ടും എഴുന്നേറ്റ് വരുന്നു. ഗ്രേസും ഫെയ്ത്തും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിനുള്ളിലേക്കാണ് ഓടി കയറുന്നത്. അതിന്റെ അകത്തേക്ക് കയറിയതും ഫെയ്ത്ത് ഗ്രേസിന്റെ കയ്യിൽ തുളഞ്ഞു കയറി ചില്ലുകളെല്ലാം എടുത്തു കൊടുക്കുന്നു. ഗ്രേസ് ആണെങ്കിൽ വേദന സഹിക്കാൻ വയ്യാതെ കിടന്ന അലറി കരയുവാണ്. വേദന അറിയാതിരിക്കാൻ ഇത് കുടിച്ചാൽ മതി. അത് പറഞ്ഞ് ഫെയ്ത്ത് അവൾക്ക് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും കൂടി അതങ്ങോട്ട് കുടിച്ച് തിരിഞ്ഞതേ അവരെ തിരക്കി വിരാജത്തെ വീണ്ടും വന്നിരിക്കുന്നു. അവനെ കണ്ടതും രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ വേഗം മറ്റൊരു മുറിയിലേക്ക് കയറി പോകുന്നു. പക്ഷേ അവർ പോയി ആ ഡോർ അടച്ചു തുറക്കുന്നത് ഇവൻ കണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവനെ വെച്ച് പിടിച്ചു അവരുടെ പിറകെ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് ശരിയാവില്ല, തിരിച്ച് ഫൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കും. പക്ഷെ അതിനു മുന്നേ നമുക്ക് എങ്ങനെയെങ്കിലും വിലങ്ങ് മുറിക്കാൻ നോക്കാം. അത് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു കട്ടിംഗ് മെഷീൻ ഇരിക്കുന്നവർ കാണുന്നത്. വേഗം തന്നെ അവർ ആ മെഷീൻ ഓണാക്കിക്കൊണ്ട് കയ്യിലെ വിലങ്ങ് കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ശബ്ദം വിരാജൻ കേൾക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ ഓടി
ഓടിച്ചെന്ന് നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ വേഗം തിരിഞ്ഞു നടക്കാനായിട്ട് പോയപ്പോഴാണ് ഗ്രേസും ഫെയ്ത്തും കൂടി ഒരു ടേബിൾ കൊണ്ടുവന്ന് അവനെ ഇടിച്ചിടുന്നത്. ശേഷം രണ്ടുപേരും കൂടി തങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവനെ അടിച്ചിടാൻ നോക്കുവാണ്. ആദ്യം ഒന്ന് വീണുപോയെങ്കിലും അങ്ങേര് സാട ഉടനെ എഴുന്നേറ്റു. പിന്നെ രണ്ടെണ്ണത്തിനെയും ഒരുമിച്ചെടുത്തിട്ട് അങ്ങ് അലക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ച് ഗ്രേസിനും ഫെയ്ത്തിനും ലെക്കിനൊരു ഗ്യാപ്പ് വീണ്ടും കിട്ടിയതും രണ്ടുപേരും കൂടി അങ്ങേരെ വലിച്ചെടുത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാഷിംഗ് മെഷീൻ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അടച്ചു. ശേഷം ചൂടുവെള്ളം സെറ്റ് ചെയ്തുകൊണ്ട് ആ മെഷീൻ അങ്ങോട്ട് ഓണാക്കിയതും അങ്ങേര് അതിനകത്ത് കിടന്ന് പുഴുങ്ങി കറങ്ങാൻ തുടങ്ങി. ഹൈ സ്പീഡിലാണ് കറക്കം, അതും ചൂടുവെള്ളത്തിലാണേ. ഇടയ്ക്ക് വെച്ച് ഗ്രേസിന് തന്നെ അത് കണ്ടിട്ട് പാവം തോന്നിയതും അവള് വേഗം മെഷീൻ ഓഫാക്കി. അൽഫാം വെന്ത കണക്കായിരുന്നു അയാൾ പുറത്തേക്ക് വന്നത്. കൂട്ടത്തില് അങ്ങരുടെ കാറ്റും പോയി. അയാളുടെ ആ കോലം കണ്ടതേ ഗ്രേസിനും ഫെയ്ത്തിനും മനം മറിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മൂക്കും വായും എല്ലാം പൊത്തിക്കൊണ്ട് ഗ്രേസ് അങ്ങേരുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ എങ്ങനെയൊക്കെ പുറത്തെടുക്കുന്നു. ഇവിടെ അതേസമയം തന്റെ ചേട്ടൻ മരിച്ചതെല്ലാം ലൈവായിട്ട് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രാജ്. രാജ്, നിന്റെ ബ്രദർ മരിച്ചു പോയതുകൊണ്ട് അടുത്തതായിട്ട് നീയാണ് ഗെയിമിലേക്ക് ഇറങ്ങേണ്ടത്. ഞാനോ? എനിക്കെങ്ങ് വയ്യ. അത് പറഞ്ഞാ പറ്റില്ല. വിരാജ് കഴിഞ്ഞാൽ മൂത്ത സ്ഥാനം നിനക്കാണ്. ഇല്ല, എനിക്ക് പറ്റില്ല. പകരം എന്റെ വൈഫിനെ അയച്ചാലോ? അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനു മുന്നേ നീ ഈ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. ശേഷം ആ സ്ഥാനത്തേക്ക് നിന്റെ ഭാര്യയെ കൊണ്ടുവരണം. അങ്ങനെ ചെയ്താല് ലേബയിൽ ഇതുവരെ നിനക്ക് തന്നിട്ടുള്ള എല്ലാ സ്വത്തുവകകളും നഷ്ടമാകും. പകരം അതെല്ലാം നിന്റെ ഭാര്യയുടെ പേരിലായിരിക്കും മാറുക. വക്കീൽ അങ്ങനെ പറഞ്ഞതും സ്വത്ത് എന്ന് പോകുന്നത് അവന്റെ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ജീവൻ കിട്ടിയാൽ മതി. അവന്റെ ഭാര്യ അവിടെ കിടന്ന് അലാതെ കൂവിയിട്ട് പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ഓടി വന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതേ സമയം ഇവിടെ ഗ്രേസിന് ഫെയ്ത്തിനും വിരാജിന്റെ ഫോൺ കിട്ടിയില്ലായിരുന്നോ? അവര് വേഗം 911ലേക്ക് കോൾ ചെയ്യുന്നു. പക്ഷേ കോള് ചെല്ലുന്നതാണെങ്കിലോ ആ ഇരട്ടകളിൽ ഉർസുലയ്ക്കായിരുന്നു. പ്ലീസ് മാഡം, ഞങ്ങൾ ഇന്ന് സഹായിക്കണം. കുറെ പേര് ഞങ്ങളെ കൊല്ലാൻ നോക്കുക. അവരെല്ലാവരും സാത്താനെ സേവിക്കുന്നവരാ. ഞങ്ങളെ ബലി കൊടുക്കാൻ അവർ നോക്കുന്നത്. പ്ലീസ് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തീർച്ചയായിട്ടും ഉടനെ തന്നെ പോലീസ് അവിടെ എത്തുന്നതാണ്. നിങ്ങൾക്ക് മെയിൻ ഗേറ്റ് വരെ എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ? വരാം, ഞങ്ങൾ വേഗം വരാം. അതും പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്തു. അങ്ങനെ രണ്ടുപേരും മെയിൻ ഗേറ്റ് ലക്ഷ്യം വെച്ച് പോകാൻ തുടങ്ങി. അന്നേരമാണ് ഒരു വാളുമായിട്ട് മാഷി അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നതല്ല, ഒരു ഡീല് സംസാരിക്കാൻ വന്നതാ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്ത് ഡീല് സംസാരിക്കാൻ? മറ്റുള്ള മെമ്പേഴ്സിന് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. ഹൈ കൌൺസിൽ ഫാമിലിയിലുള്ള ഒരാളെ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാ എന്റെ മകനെ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവനും കിട്ടും, ആ പവർ എനിക്കും കിട്ടും. ഡീല് കൊള്ളാം, നീ വേഗം ഓക്കെ പറ. പക്ഷേ ഗ്രേസ് അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ കപ്പിൾസ് ആയിട്ട് ജീവിക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ. പിന്നീട് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. അങ്ങനെ ഞാൻ നിങ്ങളുടെ മോനെ കെട്ടിയാല് ഈ കുടുംബത്തിൽ ഓരോ കല്യാണം നടക്കുമ്പോഴും നിങ്ങളോടൊപ്പം ഞാൻ കൊല്ലാൻ ഇറങ്ങണ്ടേ? അത് വേണം. നമുക്കത് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. സോറി, എനിക്ക് ഈ ഡീലിന് താല്പര്യമില്ല. ഇവരിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആ ഫ്രഞ്ചുകാരൻ നിഗ്നാക്കിയോ വരുന്നത്. അവരെ ഒന്നും ചെയ്യരുത്, ഞങ്ങളൊരു ഡീൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഡീ പെണ്ണെ, മര്യാദക്ക് ഡീലിന് സമ്മതിച്ചോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊല്ലും. എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ മകനെ വേണമെങ്കിൽ ഞാൻ കെട്ടാം. ഞങ്ങളെ ഒന്ന് വെറുതെ വിട്. ഡീ കെട്ടാന്നൊന്ന് പറയടി. പക്ഷേ ഗ്രേസ് ആണെങ്കിൽ കൊന്നാലും സമ്മതിക്കില്ല. ഈ സമയത്ത് ലങ്ങേര് തോക്കുമായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും ഗ്രേസ് മാഷയെ പിടിച്ച് തിരിച്ചങ്ങ് നിർത്തി. അതോടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന വാള് നേരെ ഇഗ്നാക്കിയുടെ കഴുത്തിലേക്കാണ് കുത്തിക്കയറുന്നത്. അതോടെ അയാൾ അവിടെ ഡെഡ്. പക്ഷേ റൂൾസ് അനുസരിച്ച് കുടുംബാംഗങ്ങളെ പരസ്പരം കൊല്ലാൻ പാടില്ലെന്നല്ലേ? അതിപ്പോ അബദ്ധത്തിലായ പോലും. പക്ഷേ മാഷ റൂൾ തെറ്റിച്ചതുകൊണ്ട് തന്നെ അവള് ആ നിമിഷം തന്നെ പൊട്ടിത്തെറിച്ച് മരിച്ചു പോകുന്നു. ഇവരെല്ലാം ഇത് CCTVയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുവല്ലേ? നമ്മുടെ വക്കീലാണെങ്കിൽ ആ വലിയ പുസ്തകം എടുത്തുകൊണ്ട് നേരെ ബെഞ്ചിന്റെ ബാക്കിലേക്ക് പോയി ഒളിച്ചു നിൽക്കുന്നു. ഇതേ കണക്ക് വേറൊരാൾ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. റൂൾ അനുസരിച്ച് ആരാണോ റൂൾ ധരിക്കുന്നത് അയാളോടൊപ്പം അയാളുടെ ബ്ലഡ് റിലേഷനുള്ള ആള് മരിച്ചു പോകുന്നല്ലേ? അങ്ങനെയെങ്കിൽ ഇനി ഇവിടെ ബാക്കിയുള്ളത് മാഷയുടെ മകനാണ്. അടുത്ത നിമിഷം തന്നെ ആ ചെറുക്കന് പൊട്ടിത്തെറിക്കുന്നു. ഇത് മുൻകൂട്ടി കണ്ടിട്ടായിരുന്നു എല്ലാവരും രണ്ടുപേരും പെട്ടെന്ന് ഒളിച്ചിരുന്നതും. ഇതേ സമയം ഫെയ്ത്തും ഗ്രേസും കൂടി പോലീസ് വരുന്ന പ്രതീക്ഷയിലെ മെയിൻ ഗേറ്റിനടുത്തേക്ക് നടക്കുകയാണ്. അവളുമാരെ ഇതുവരെ കാണുന്നില്ലല്ലോ. കുറെ നേരമായിട്ട് കാത്തിരുന്നിട്ടും അവർ രണ്ടുപേരെയും കാണാഞ്ഞ് ഉർസുലയും ടൈറ്റസും കൂടി മുന്നിലേക്ക് നടക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് പിറകിൽ കൂടി വന്ന ഫെയ്ത്തും ഗ്രേസും കൂടി അവർ രണ്ടുപേരെ ആക്രമിക്കുന്നത്. ഫോണിൽ കൂടി കേട്ട നിന്റെ ഈ പരട്ട ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞില്ലെന്ന് നീ കരുതിയോ? മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കാൻ നോക്ക്. ഞങ്ങൾക്കത് പറ്റില്ല. കൺട്രോൾ റൂമിൽ നിന്ന് മാത്രമേ ഗേറ്റ് തുറക്കാൻ പറ്റൂ. മര്യാദയ്ക്ക് പറഞ്ഞോ ഇങ്ങനെ ഗേറ്റ് തുറക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അനിയനെ ഞാനും കൊല്ലും. അതിനെന്താ കൊന്നു? ഞാൻ തടയില്ല. അവൻ ചത്താ പിന്നെ ആ സീറ്റിന്റെ അവകാശം ഞാൻ മാത്രമായിരിക്കുമല്ലോ. ശരിക്കും നിങ്ങളുടെ അനിയത്തി തന്നെയാണോ ഇത്? എന്തായാലും കൊള്ളാം. പെട്ടെന്നാണ് അവരെ ലക്ഷ്യം വെച്ച് ഒരു കാർ ചീറി പാഞ്ഞു വരുന്നത്. വേറെ ആരുമല്ല, അത് നമ്മുടെ രാജില്ലേ? രാജിന്റെ വൈഫായിരുന്നു. പക്ഷെ ഇവർ ഇരിക്കാനൊന്നും അല്ല കേട്ടോ. കാറ് കൊണ്ടുവന്ന് ഗേറ്റ് ഒക്കെ തല്ലി പൊളിച്ചിട്ട് ആളൊരൊറ്റ പോക്ക്. അവൾക്ക് ഗെയിം കളിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ കാറ് കണ്ട് ശ്രദ്ധ മാറിയതേ
ലവർ രണ്ടും കൂടി ഫെയ്ത്തിനെ ഗ്രേസിനെ പിടിക്കുന്നു. പക്ഷേ ഫെയ്ത്ത് ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. വേഗം ഓടി പോകാൻ നോക്ക്, എന്നെ നോക്കണ്ട. ഗ്രേസ് അങ്ങനെ പറഞ്ഞതും ആ പെണ്ണുമ്പോൾ അവളെ തറയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്ന് അവളുടെ തോളിലേക്ക് കുത്തി അങ്ങിറക്കി. അത് കണ്ട ഫെയ്ത്ത് വേഗം ഓടി വന്ന് ആ പെണ്ണുമ്പളെ ചവിട്ടിയിട്ട് കൊണ്ട് ഗ്രേസുമായിട്ട് വേഗം ഓടുന്നു. ഉർസുലയും ടൈറ്റസും വന്ന വണ്ടിയുണ്ടല്ലോ, അതിനകത്ത് കയറിയാണ് രക്ഷപ്പെടുന്നത്. അതേസമയം ഇവിടെ ഇഗ്നാക്കിയെ മരിച്ചുപോയില്ലേ, അതുകൊണ്ട് ഇനി അടുത്തതായിട്ട് ഗെയിം കളിക്കേണ്ടത് അയാളുടെ മകളാണ്. അതിനുള്ള സകല പ്രിപ്പറേഷൻ ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ഫ്രാൻസി എന്നാണ് അവളുടെ പേര്. ഇവിടെ ഫെയ്ത്ത് ഗ്രേസുമായിട്ട് അടുത്തുള്ള ഒരു ബിൽഡിംഗിലേക്കാണ് വരുന്നത്. അകത്തേക്ക് ചെന്നതും അവളുടെ നെഞ്ചിൽ തറച്ചിരുന്ന കത്തി ഫെയ്ത്ത് ഒരു വിധത്തിൽ ഊരിയെടുക്കുന്നു. നിനക്ക് രക്ഷപ്പെടാൻ ഞാനൊരു അവസരം തന്നതല്ലേ, പിന്നെ നീ എന്തിനാ തിരിച്ചു വന്നത്? നിന്നെ രക്ഷിക്കാനാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷേ എന്റെ കാര്യം വിട്ടിട്ട് നിനക്ക് പോയിക്കൂടായിരുന്നോ? എന്നിട്ട് സഹായത്തിനായിട്ട് ആരെങ്കിലും കൂട്ടി വന്നാൽ മതിയായിരുന്നു. താൻ ചെയ്ത നല്ല കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ. ഗ്രേസ് അങ്ങനെ പറഞ്ഞതും ഫെയ്ത്തിന് നല്ല ദേഷ്യം വരുന്നു. അതോടെ അവളോട് വഴക്ക് കൂടി ഫെയ്ത്ത് അകത്തേക്ക് കയറി പോയി. ഇപ്പോ ഇവിടെ ഗ്രേസ് മാത്രമല്ലേ ഉള്ളൂ. അന്നേരമാണ് ഫ്രാൻസി അവളുടെ അടുത്തേക്ക് വരുന്നത്. കയ്യിലായിട്ട് ഒരു വലിയ റോക്കറ്റ് ലോഞ്ചറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ പൊട്ടിക്കാളെ അത് തിരിച്ചു വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതോടെ വെടി പൊട്ടിയത് പുറകിലേക്കും. ആ കലിപ്പില് അവള് വീണ്ടും ഗ്രേസിനെ അടിക്കാനായിട്ട് മുന്നോട്ടേക്ക് ഓടി വന്നതും അവിടെ മേശപ്പുറത്തിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് ഗ്രേസ് അവളുടെ കണ്ണിലേക്ക് അങ്ങ് അടിച്ചു കൊടുത്തു. എന്നാൽ ആ പെണ്ണത് പിടിച്ചു മേടിച്ചിട്ട് അതേപോലെ തന്നെ ഗ്രേസിന്റെ കണ്ണിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ ഗ്രേസിനെ കണ്ണു തുറക്കാൻ വയ്യ, ആ പെണ്ണിനെ കണ്ണു തുറക്കാൻ വയ്യ. രണ്ടും കൂടി വായുവിൽ കിടന്ന് ഡിഷു ഇടിക്കുവാണ്. ഭാഗ്യത്തിന് ഇടയ്ക്ക് വെച്ച് ഗ്രേസിന് കുറച്ച് വെള്ളം കിട്ടിയതും അവൾ അത് വേഗം എടുത്ത് കണ്ണിലേക്ക് ഒഴിച്ചു. എന്നാൽ ആ പെണ്ണ് വീണ്ടും ഓടി വന്ന് ഗ്രേസിന്റെ പുറത്തേക്ക് എടുത്ത് ചാടിക്കൊണ്ട് അവളെ വീണ്ടും എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. അവസാനം എങ്ങനെയൊക്കെ ആ പെണ്ണിനെ അടിച്ചൊതുക്കിയിട്ട് കയ്യിൽ കിട്ടിയ ഒരു പിയാനോ വെച്ച് ആ പെണ്ണിന്റെ തല നോക്കി ഒറ്റ അടിയായിരുന്നു. ശേഷം അവള് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഗ്രേസിനോട് വഴക്കിട്ട് ഫെയ്ത്ത് ഒറ്റയ്ക്ക് വന്നേക്കുമല്ലേ. അവളുടെ അടുത്തേക്ക് ടൈറ്റസ് വരുന്നു. ഒരു ദാക്ഷിണ്യമില്ലാതെ അവളെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി അയാള്. അവളും തിരിച്ചടിക്കാനൊക്കെ നോക്കിയെങ്കിലും അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി ക്രൂരമായിട്ടാണ് അയാൾ അവൾ അടിക്കുന്നത്. അന്നേരമാണ് ഇതും കണ്ടുകൊണ്ട് ഉർസല അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്തായി ചെയ്യുന്നത്? നമുക്ക് മറ്റേ പെണ്ണിനെ കൊല്ലണം, വേഗം വാ. എന്നാൽ ദേഷ്യം കയറി ടൈറ്റസ് ഉർസലയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടിയായിരുന്നു. ഒരു നിമിഷം അവൾ മറുപടി പോലും പറയാനാവാതെ നിന്നുപോയി. ശരി, ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ ഒന്ന് കേക്ക്. ഇവളെ വെച്ച് ഇവളുടെ ചേച്ചിയെ പിടിക്കാൻ നമുക്ക് പ്ലാൻ ചെയ്യാം. ഉർസല അങ്ങനെ പറഞ്ഞതും അതൊരു നല്ല ഐഡിയ ആയിട്ട് ടൈറ്റസിന് തോന്നി. അപ്പോഴേക്ക് ഗ്രേസ് നടന്ന് പുറത്തെ ഗേറ്റിന്റെ അടുത്ത് വരെ എത്തിയിരുന്നു. അവളെന്ന് വിചാരിച്ചാൽ അവൾക്ക് ഇപ്പൊ പുറത്തേക്ക് പോകാം. പക്ഷേ ഫെയ്ത്ത് ഇല്ലാതെ എങ്ങനെ പോകാനാ? അപ്പോഴാണ് ഗേറ്റിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന സ്പീക്കറിലായിട്ട് ടൈറ്റസിന്റെ ശബ്ദം കേൾക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നോണം, ഇല്ലെങ്കിൽ നിന്റെ അനിയത്തിയെ ഞാൻ കൊല്ലും. അവളെ ജീവനോട് വേണമെങ്കിൽ വേഗം വരാൻ നോക്ക്. എന്നാൽ ഇത് കേട്ട ഫെയ്ത്ത് ഫോണിൽ കൂടി ഗ്രേസിനോട് വരല്ലേ എന്നാണ് വിളിച്ചു പറയുന്നത്. പക്ഷേ 7 വർഷമായിട്ട് താൻ അനിയത്തി പിരിഞ്ഞിരുന്ന ഗ്രേസിന് ഇനിയും അവളെ എങ്ങനെ ഒറ്റയ്ക്കാക്കാൻ പറ്റുമായിരുന്നില്ല. അതും മനസ്സിലുറപ്പിച്ച് അവള് ഗേറ്റിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി റൂമിലേക്കാണ് ചെന്ന് കയറുന്നത്. അതിന്റെ ഉള്ളിലെ ലോക്കറിലായിട്ട് ഒരു ഷോട്ട് ഗണ്ണും അതിന്റെ കുറെ ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നു. അതും എടുത്തുകൊണ്ട് രണ്ട് കൽപ്പിച്ച് അവള് നേരെ വീട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. നേരത്തെ ഗ്രേസിനോട് തോറ്റ വിഷമത്തില് വീടിന്റെ മുന്നിൽ തന്നെ നിൽപ്പോട് ഫ്രാൻസി. ആദ്യത്തെ വെടി അവളുടെ നെഞ്ചത്തിട്ട് തന്നെയാണ് പൊട്ടിക്കുന്നത്. അവിടെ വെച്ച് തന്നെ അവളെ അങ്ങ് കൊന്നുകളയുകയും ചെയ്യുന്നു. ശേഷം കൊലവെറിയുടെ അകത്തേക്ക് കയറി വന്നതും അവളുടെ മുന്നിൽ ചെന്ന് പെട്ടത് രാജായിരുന്നു. എന്റെ അനിയത്തിയെ സത്യമായിട്ടും എനിക്കറിയില്ല, ഞാൻ എപ്പോഴേ ഈ ഗെയിമിൽ നിന്ന് പിന്മാറി. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളോട് ഇത് ചോദിച്ചപ്പോ അയാൾക്കും അറിയില്ല. ഒരു ഫ്രഞ്ചുകാരനില്ലായിരുന്നു ഇഗ്നാക്കിയോ. അയാൾക്ക് ഫ്രാൻസി മാത്രമല്ലാതെ ഒരു മകനും കൂടി ഉണ്ടല്ലോ, ഫിലിപ്പി. അച്ഛനും ചേച്ചി മരിച്ചതുകൊണ്ട് ഇനി ഇവനാണ് ഗെയിം കളിക്കേണ്ടത്. നമ്മൾ കരുതും ആ ചെറുക്കൻ പേടിച്ചോടുവെന്ന്. പക്ഷേ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഒരു തോക്കുമായിട്ട് വന്ന ചാറ പറന്ന് ഗ്രേസ് നോക്കി വെടിവെക്കാൻ തുടങ്ങി. വെടിയൊന്നും കൊള്ളാതെ ജീവനും കൊണ്ടോടി ഗ്രേസ് മറ്റൊരു മുറിയിൽ കയറി കഥ അടയ്ക്കുന്നു. മാത്രമല്ല അവളുടെ തോക്കിലെ ബുള്ളറ്റ് തീർന്നു. അപ്പോഴാണ് ഫെയ്ത്തുമായിട്ട് ടൈറ്റസ് ആ മുറിയുടെ അടുത്തേക്ക് വരുന്നത്. 3 സെക്കൻഡ് വരെ എണ്ണും, അതിനുള്ളിൽ പുറത്തു വന്നില്ലെങ്കിൽ നിന്റെ അനിയത്തി ഇവിടെ വെച്ച് കൊല്ലും ഞാൻ. അതും പറഞ്ഞ് 3 സെക്കൻഡ് വരെ എണ്ണിക്കൊണ്ട് ഫെയ്ത്തിനെ വെടിവെക്കാനായിട്ട് വന്നതും ഗ്രേസ് പെട്ടെന്നൊരു കാര്യം പറയുന്നു. ശരി, ഞാൻ പുറത്തേക്ക് വരാം, പക്ഷേ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ആഗ്രഹം എന്താ? ആ ഹൈ സൈറ്റ് സ്വന്തമാക്കണമെന്നല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെ കൊല്ലേണ്ടി വരില്ല. നിനക്ക് ഹൈ സൈറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ നീയും നിന്റെ ചേച്ചിയും കൂടി കൊന്നാലും നിനക്ക് ഹൈ സൈറ്റ് കിട്ടും. പക്ഷേ അത് ഷെയർ ചെയ്യണം. എന്നാൽ എന്നെ കല്യാണം കഴിച്ചാൽ നിനക്ക് ഒറ്റയ്ക്കായിരിക്കും ഹൈ സൈറ്റ് കിട്ടാൻ പോകുന്നത്. മൊത്ത കുടുംബവും നിന്റെ കൺട്രോളിലായിരിക്കും. നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഗ്രേസ് അങ്ങനെ പറഞ്ഞതും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അയാൾ നമ്മുടെ വക്കീലിനെ ഒന്ന് നോക്കുന്നു. വക്കീലും അതിന് യെസ് എന്നാണ് പറയുന്നത്. ശരി, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. അതുകൊണ്ട് പുറത്തു വന്നാലും ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഇത് ഞങ്ങൾ ആരാധിക്കുന്ന ലേബയിലാണ് സത്യം. അയാൾ അങ്ങനെ സത്യം വിട്ടതിന് ശേഷം മാത്രമാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. സന്തോഷത്തോടെ അവൾ ഓടി വന്ന് ഫെയ്ത്തിനെ കെട്ടിപ്പിടിക്കുന്നു. അവളെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ലേ. ഗ്രേസിന് വേണ്ടി മാത്രം പ്രത്യേകം ഒരു റൂമൊക്കെ അവൾക്ക് കൊടുക്കുന്നു. മാത്രമല്ല ഇന്ന് രാത്രിയാണ് കല്യാണം നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി
അവളുടെ മുറിവുകളൊക്കെ ഡ്രസ് ചെയ്യാനും ഒരുക്കാനൊക്കെ ആയിട്ട് എത്ര പേരാണെന്ന് കണ്ടോ വന്നത്. അങ്ങനെ ഇപ്പൊ കല്യാണ വിഷയത്തിലേക്ക് ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുകയാണ് ഗ്രേസ്. ആ സമയത്ത് അവളെ കാണാൻ വേണ്ടി ഉർസല വരുന്നു. പക്ഷേ വാ തുറന്ന് പറയുന്നത് മുഴുവനും തന്റെ അനിയന്റെ കുറ്റങ്ങളും. നിന്നെ ഉപദ്രവിക്കണമെന്നില്ലായിരുന്നു എനിക്ക്, പക്ഷേ റൂൾസ് പാലിച്ചല്ലേ പറ്റൂ. പക്ഷേ എന്റെ അനിയൻ അങ്ങനല്ല, അവന് മുഴുത്ത വട്ട്. അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം ഒന്ന് വേണം. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അവനെ കൺട്രോൾ ചെയ്യാം. ഒരേ സീറ്റ് ഷെയർ ചെയ്യുന്നത് അത്ര ബാഡ് ആയിട്ടുള്ള കാര്യമൊന്നല്ലല്ലോ. എന്നാ അവരെ സംസാരിക്കുന്നത് മുഴുവനും പിറകിൽ നിന്ന് ടൈറ്റസ് കേൾക്കുന്നുണ്ടായിരുന്നു. സ്വന്തം സഹോദരി തന്നെ തന്നെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞതും അയാൾക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. വന്ന ദേഷ്യത്തിന് അവിടെ വെച്ച് തന്നെ അവരുടെ കഴുത്ത് നീച്ച് കൊന്നു കളഞ്ഞു. മറ്റു കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ പാടില്ലെന്നേ റൂളുള്ളൂ, പക്ഷേ സ്വന്തം ഫാമിലിയിലുള്ള മെമ്പറെ കൊല്ലാം. എന്നാൽ ഇതും കൂടി കണ്ടതും ഗ്രേസ് നല്ല പേടിച്ചിട്ടുണ്ട്. ഒരു ആവേശത്തിന് കയറി കെട്ടാന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഇപ്പൊ കല്യാണത്തിന്റെ സമയമായിരിക്കുകയാണ്. ഇവരെല്ലാവരും ഈ സാത്താനെ സേവിക്കുന്നവരല്ലേ, അപ്പോ ചടങ്ങുകൾ അങ്ങനെ തന്നെയാണ്. കല്യാണ വേഷത്തില് ഗ്രേസ് സുന്ദരിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. ആ കുടുംബത്തിൽപ്പെട്ട സകല ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. ഗ്രേസ് ചെന്നതേ ആ റൂമിന്റെ നടുക്കുണ്ടായിരുന്ന ഒരു വാതിലങ്ങ് തുറന്നു. അതിനകത്ത് നിറയെ ഈ മനുഷ്യരുടെയും ആടുകളുടെയും അസ്ഥയും മാംസമൊക്കെ അഴുകി ദ്രവിച്ച് കിടക്കുവാണ്. മാത്രമല്ല ഈ കല്യാണം നടത്തുമ്പോൾ ഒരു ആടിനെ ബലി കൊടുക്കുന്ന ഏർപ്പാട് കൂടിയുണ്ട്. അതുകൊണ്ട് ഒരാട് നിൽപ്പുണ്ട് അവിടെ. അങ്ങനെ കല്യാണത്തിന്റെ ചടങ്ങുകൾ തുടങ്ങി. ടൈറ്റസിന്റെയും ഗ്രേസിന്റെയും കൈമുറിച്ച് അവരുടെ രക്തങ്ങൾ തമ്മിൽ മിക്സ് ചെയ്ത് ആ ബ്ലഡ് ഒരു പേനിലേക്ക് നിറച്ചുകൊണ്ട് അത് വെച്ചാണ് മാരേജിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ശേഷം രണ്ടുപേരും അവരുടെ കുടുംബത്തിന്റെ മോതിരങ്ങൾ കൈമാറിയിട്ടതും കല്യാണം കഴിഞ്ഞു. അതോടെ ഹൈ സീറ്റിന്റെ പവർ കിട്ടുന്ന മോതിരം ടൈറ്റസിന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങേർക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് അടക്കാനായില്ല. അമ്മാതിരി പവറല്ലേ കയ്യിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. നമ്മുടെ ഗ്രേസ് ആണെങ്കിൽ ഒരു പേനയെടുത്ത് അങ്ങയുടെ കൊരവെള്ളയ്ക്ക് കുത്തിയെ ഇറക്കി. അവളുടെ ആ പ്രവൃത്തിയിൽ സകല എണ്ണവും ഞെട്ടി നിൽക്കുവാണ്. കുടുംബത്തിലുള്ളവരെ കൊല്ലുന്നത് റൂൾസിനെതിരല്ലോ, അതെനിക്ക് പറഞ്ഞു തന്നതിന്റെ ടാക്സ്. അതും പറഞ്ഞ് അങ്ങനെ തുരുതുരാന്നവള് കുത്തുന്നു. ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന റിംഗ് ഊരിയെടുത്തുകൊണ്ട് റൂമിന്റെ നടുക്കുള്ള ആ കുഴിയില്ലേ, ഫെയ്ത്ത് വന്ന് ഒറ്റ ചവിട്ടിന് അങ്ങേരെ ആ കുഴിയിലേക്ക് തള്ളി കിട്ടും. അതോടെ അങ്ങേരുടെ കാറ്റും പോയി. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ആ റൂമിലുണ്ടായിരുന്നവരെല്ലാം അന്തം വിട്ട് നിൽക്കുവാണ്. എന്താ കാര്യം ആർക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ ഗ്രേസ് ആ മോതിരം എടുത്ത് കയ്യിലേക്ക് ഇടുന്നു. എല്ലാവരും എന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്ക്. ഗ്രേസ് ആജ്ഞാപിച്ചതും അവിടെ ഉണ്ടായിരുന്ന ആടടക്കം മുട്ടുകുത്തി നിൽക്കുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ ടൈറ്റസ് ആയിരുന്നാലും മോതിരം സ്വന്തമാക്കിയത്. റൂൾ അനുസരിച്ച് സ്വന്തം കുടുംബത്തിലുള്ളവരെ കൊല്ലുന്നത് കൊണ്ട് പ്രശ്നവുമില്ല. അവളിപ്പോ തന്റെ ഹസ്ബൻഡിനെ അല്ലേ കൊന്നത്. ഹസ്ബൻഡ് മരിച്ചാൽ സ്വാഭാവികമായിട്ടും അധികാരം വരുന്നത് ഭാര്യയ്ക്കാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ മോതിരം വെച്ച് എനിക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അത് കേട്ടതേ ഒരു നിമിഷം എന്ത് വേണമെന്നുള്ളതെന്ന് ചിന്തിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ തന്നെ ഞാൻ ഈ കൗൺസിലിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഈ കുടുംബത്തിന്റെ സകല ഓർഗനൈസേഷനിൽ നിന്നും ഞാൻ തന്നെ എന്നെ റിമൂവ് ചെയ്യുന്നു. അത് കേട്ട് നേരത്തെ ഉണ്ടായതിനേക്കാളും വലിയ ഞെട്ടലാണ് എല്ലാവർക്കും ഉണ്ടായത്. കാരണം അവൾ ആ സ്ഥാനത്ത് നിന്ന് മാറിയാല് വേറെ ആരായിരിക്കും ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്? ആരാണോ ആ മോതിരം സ്വന്തമാക്കുന്നത് അയാളായിരിക്കും അടുത്ത അധികാരി. അതിപ്പോ ആർക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം. മാത്രമല്ല ഇനി നേരെ വെളുക്കാൻ വേറെ 3 മിനിറ്റ് മാത്രം. ആ സമയത്തിനുള്ളിൽ വേണം മോതിരം സ്വന്തമാക്കാനും. അത് കേട്ടതേ നമ്മുടെ ഗ്രേസിന് ഒരു ഐഡിയ തോന്നി. അവള് വേഗം ആ മോതിരം മുറിയിട്ട് റൂമിന്റെ നടുക്കായിട്ട് ഒരു കുഴിയില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇനി ആ കുഴിയിലിറങ്ങി മോതിരം ആര് സ്വന്തമാക്കുന്നോ അവർക്ക് അധികാരം നേടാൻ പറ്റും. അവിടെയുള്ള സകലതും അധികാരം മോഹിച്ചിരിക്കുന്ന ഭ്രാന്തമാരല്ലേ. അതിന്റെ ഉള്ളിൽ അഴുകി കിടക്കുന്ന ബോഡികൾ പോലും ശ്രദ്ധിക്കാതെ സകല എണ്ണം കൂടി മോതിരം എടുക്കാൻ വേണ്ടി അതിനകത്തേക്ക് എടുത്ത് ചാടുന്നു. ഇപ്പൊ നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾക്ക് 2 പേർക്ക് പോകാം. വക്കീല് പറഞ്ഞതും അവര് സന്തോഷത്തോടെ അടുത്ത് പോകുന്നു. പോകുന്നതിന് മുന്നേ നേരത്തെ ബലി കൊടുക്കാൻ കൊണ്ടുവന്ന ആടില്ലേ, അതിനെയും കൂടി അഴിച്ചുകൊണ്ടാണ് പോകുന്നത്. മാത്രമല്ല തറയിലായിട്ട് കിടന്നിരുന്ന കത്തി അറിയാത്തതുപോലെ ഒന്ന് ചവിട്ടി കുഴിയിലേക്ക് ഇടുന്നുണ്ട്. എല്ലാം കൂടെ കുത്തി ചാവട്ടെ. പക്ഷേ മുകളിലേക്ക് കയറാനുള്ള പടി അവർ ചവിട്ടിയതേ കുഴിയിലുണ്ടായിരുന്ന സകല എണ്ണവും ചാറപ്പറാന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. കാരണം സമയം തീർന്ന് നേരം വെളുത്തു. മാത്രമല്ല ഒരെണ്ണത്തിന് പോലും മോതിരം കിട്ടിയതുമില്ലേ. ഭാഗ്യത്തിന് ഡ്രസ്സിൽ അങ്ങ് ചോരയായില്ല. അന്നേരമാണ് എനിക്കൊന്നും പറ്റിയില്ലേ, ഞാൻ രക്ഷപ്പെട്ടു അത് പറഞ്ഞുകൊണ്ട് ചാടി തുള്ളിക്കൊണ്ട് രാജ അങ്ങോട്ടേക്ക് വരുന്നത്. കൃത്യം ഗ്രേസിന്റെ ഫേറ്റിന്റെ മുന്നിലെത്തിയതും അവനും അങ്ങ് പൊട്ടിത്തെറിച്ചു. പണ്ടാരം ചോര മുഴുവൻ ഡ്രസ്സിലായി. അപ്പോഴാണ് ഇവരുടെ എല്ലാവരുടെയും തലവനില്ലേ ലേബയില്, ഗ്രേസിന്റെ ഫേറ്റിന്റെ മുന്നിലായിട്ട് അയാൾ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു പോകുന്നു. ഗെയിം ജയിക്കുന്നവർക്ക് മാത്രമേ അയാളെ കാണാൻ പറ്റൂ. ഗ്രേസ് ആണെങ്കിൽ ഇതിപ്പോ 2ാമത്തെ തവണയല്ലേ കാണുന്നത്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അങ്ങനെ ഹാപ്പി ആയിട്ട് നടന്നു പോകുന്ന ഗ്രേസിനെ, ഫെയ്ത്തിനെ പിന്നെ ആടിനെ കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.